أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. علم الإنسان ما لم يعلم. തർജുമ: അവൻ മനുഷ്യന് അവൻ അറിയാത്തത് പഠിപ്പിച്ചിരിക്കുന്നു. തഫ്സീർ കബീറിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സൂറത്തിൻ്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി. തുടർന്ന് അതിലടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തവും വിശദവുമായി ഈ ഓതിയ 6-ാമത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതായത്, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പ്രയാസമേറിയതും അവ്യക്തവുമായ വസ്തുതകളെ സംബന്ധിച്ചുള്ള അറിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പകർന്നു തരുന്നതാണ്. അതായത്, തൗഹീദിനെ സംബന്ധിച്ച്, ഏകദൈവ സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വെച്ച വ്യക്തവും സുന്ദരവുമായ അധ്യാപനങ്ങൾ മറ്റൊരു മതസ്ഥരും തന്നെ മുന്നോട്ട് വച്ചിട്ടില്ല. ഇത്തരം അറിവുകളെ സംബന്ധിച്ച് യഹൂദ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നോ ഫിലോസഫർമാരിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നില്ല. എന്ന് മാത്രമല്ല, മറ്റാർക്കും തന്നെ തൗഹീദിനെ, ഏകദൈവ സിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള പരിപൂർണമായ അധ്യാപനം ഇസ്ലാം നൽകിയതുപോലെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി ഇത്തരത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച നുബുവത്തിനെ, പ്രവാചകത്വത്തെ സംബന്ധിച്ച് വ്യക്തവും സുതാര്യവുമായ കാര്യങ്ങൾ ഒന്നും തന്നെ മുമ്പുള്ള ക്രൈസ്തവർക്കോ യഹൂദർക്കോ പറയാൻ സാധിച്ചിരുന്നില്ല. ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിന് മുമ്പ് 100 കണക്കിന് പ്രവാചകന്മാർ വന്നുപോയി. പ്രവാചകത്വത്തെ സംബന്ധിച്ച് സമൂഹത്തെ അവർ അവരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നിട്ടുകൂടി ഇന്ന് ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ബൈബിളിൽ നിന്ന് പ്രവാചകത്വം എന്താണ് എന്ന് തെളിയിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനോ സാധിക്കുന്നില്ല. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തുടർന്ന് പറയുന്നു, ഞാൻ ഇതര മതസ്ഥർക്ക്, സിഖ്, ബുദ്ധ, ഹൈന്ദവ, യഹൂദ മതസ്ഥർക്കും അതേപോലെ തന്നെ ഫിലോസഫർ തുടങ്ങിയവർക്കെല്ലാം തന്നെ കത്തെഴുതി പ്രവാചകത്വത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പലരും മറുപടി നൽകിയില്ല. ചിലർ തങ്ങളുടെ മതം ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നും പറയുകയുണ്ടായി. ഒരു ക്രിസ്ത്യൻ ഫാദർ ഇതേപോലെ തന്നെ തങ്ങളുടെ ഗ്രന്ഥത്തിൽ പ്രവാചകത്വത്തെ സംബന്ധിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നില്ല എന്നും പറയുകയുണ്ടായി. എന്നാൽ ഇസ്ലാം ഈ കാര്യത്തിൽ, അതായത് പ്രവാചകത്വത്തെ സംബന്ധിച്ച് വളരെ വ്യക്തവും സുതാര്യവുമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രവാചകൻ എന്നാൽ എന്താണ്? പ്രവാചകൻ എപ്പോഴാണ് വരിക? ആളുകൾ നബിമാരോട് ഏത് രീതിയിലാണ് വർത്തിക്കുക, പെരുമാറുക? ഒരു പ്രവാചകൻ്റെ സത്യസാക്ഷ്യത്തിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങി എല്ലാ വിഷയത്തിലും വിശുദ്ധ ഖുർആൻ നമുക്ക് ഉത്തരം നൽകുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലമൽ ഇൻസാന മാലം യഅലം. എല്ലാ അറിവുകളുടെയും പരിപൂർണത വിശുദ്ധ ഖുർആനിലൂടെയാണ് അള്ളാഹു വച്ചിരിക്കുന്നത്. തൗഹീദിനെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങൾ മുമ്പ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പരിപൂർണമായിരുന്നില്ല. ഇതേപോലെ മലക്കുകളെ സംബന്ധിച്ചും ദൈവിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമെല്ലാം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പരിപൂർണമായ ഒരു വ്യക്തത ആളുകൾക്കില്ല. ഇനി ദൈവം ഏകനാണെന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതിനെല്ലാം ഉത്തരം നൽകിയിരിക്കുന്നു. ഉദാഹരണത്തിന്, മലക്കുകൾ എന്താണ്? മലക്കുകളെ എന്തിനാണ് സൃഷ്ടിച്ചത്? അവരുടെ പ്രവർത്തനം എന്താണ്? മലക്കുകളുടെ ആവശ്യം എന്തിനാണ്? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ ബൈബിളിൽ നിന്നോ മറ്റോ ഉത്തരം ലഭിക്കുന്നില്ല. ബൈബിളിൽ ദൈവം മലക്കുകളെ സൃഷ്ടിച്ചുവെന്നും അവർ പ്രവാചകന്മാരിൽ വെളിപാട് ഇറക്കുമെന്നും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ മലക്കുകളുടെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചോ മലക്കുകളിൽ വിശ്വസിക്കുന്നതിലെ ഗുണങ്ങളെ സംബന്ധിച്ചോ പരാമർശിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കി തരുന്നത്, മറിച്ച് മലക്കുകളെ എന്തിന് സൃഷ്ടിച്ചു, മലക്കുകളുടെ പ്രവർത്തനം എന്താണ്, മലക്കുമായിട്ടുള്ള ബന്ധം എങ്ങനെ മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതേപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് മലക്കുകളുമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതെ വരുന്നത്
തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റു മതങ്ങളിലൊന്നും തന്നെ ഇതിനെപ്പറ്റിയും വ്യക്തമായി പറയുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യത്തെപ്പറ്റിയും സുവ്യക്തവും സുതാര്യവും വിശാലവുമായ രീതിയിൽ പ്രതിപാദിച്ച് മനുഷ്യ ഹൃദയങ്ങളെ സംതൃപ്തരാക്കാൻ സാധിക്കുന്നത് ഇസ്ലാം മതത്തിനും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾക്കും മാത്രമാണ്. ഇനി മനുഷ്യൻ്റെ ശാരീരികം, ധാർമ്മികം, ആധ്യാത്മിക അവസ്ഥ എന്താണ്? മനുഷ്യൻ്റെ ധാർമ്മികവും ആധ്യാത്മികവുമായ അവസ്ഥയിലുള്ള വ്യത്യാസം എന്താണ്? ഈ എല്ലാ കാര്യങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അല്ലമൽ ഇൻസാന മാലയാലം, അതായത് വിശുദ്ധ ഖുർആനിലൂടെ മുമ്പ് ആളുകൾക്ക് ചിന്തയിൽ പോലും ഉദിച്ചിട്ടില്ലായിരുന്ന വിജ്ഞാനം നൽകപ്പെടുന്നതാണ്. ഈ ഒരു പ്രവചനത്തിൻ്റെ പ്രായോഗികമായ തെളിവ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നടന്ന സർവ്വമത സമ്മേളനത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുകയുണ്ടായി. വിവിധ മതവിഭാഗങ്ങളിലുള്ളവർക്ക് അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘാടകർ മുന്നോട്ട് വെച്ച 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം നൽകുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഇസ്ലാം മത തത്വജ്ഞാനം എന്ന പ്രബന്ധം രചിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം രചിച്ച ഈ പ്രബന്ധം മറ്റെല്ലാത്തിനേക്കാളും മുന്തി നിന്നു എന്ന് സമ്മേളനത്തിൽ പങ്കാളികളായവർ രേഖപ്പെടുത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളാണ് ഏറ്റവും മികവുറ്റതായി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ നിന്നല്ലാതെ മറ്റൊരു ഗ്രന്ഥവും തന്നെ ഈ പ്രബന്ധത്തിനായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ സ്വന്തം അഭിപ്രായങ്ങളൊന്നും തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടുമുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ മാത്രം എടുത്തു കാട്ടുകയാണ് ചെയ്തത്. ഇത് തെളിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളോട് കിടപിടിക്കുവാൻ മറ്റൊരു ന്യായപ്രമാണങ്ങൾക്കോ അധ്യാപനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നതാണ്. മറ്റുള്ള മതസ്ഥർക്ക് അവരുടെ രീതിയിൽ സ്വതന്ത്രമായി അവതരിപ്പിക്കാനും അവസരമുണ്ടായിരുന്നു. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വിശുദ്ധ ഖുർആൻ്റെ ചട്ടക്കൂടിനുള്ളിൽ മാത്രം നിന്നുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും സുതാര്യവുമായ രീതിയിൽ മറുപടി പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് ആ സമ്മേളനത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചതുപോലെ 10ൽ ഒരു അംശം പോലും വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചിരുന്നില്ല. വിശുദ്ധ ഖുർആൻ്റെ മഹത്വമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ്. വ ആഖിർ ദഅവാന